ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഒപ്പം കൂട്ടി കഴിക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. നമ്മൾ എന്തും തേങ്ങാ ചട്നിയും മുളക് ചട്നിയും തക്കാളി ചട്നിയും ഒക്കെ കൂട്ടി മടുത്തിരിക്കുന്ന സമയത്ത് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചട്നി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഒരിക്കൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കത്തിരിക്ക ചുമ്മാ വിടുവേയില്ല. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം കേട്ടോ. 2 മീഡിയം സൈസ് കത്തിരിക്ക എടുത്തു വയ്ക്കുക. ഇത് ഏത് തരം കത്തിരിക്കയ്ക്ക് ചിലയിടങ്ങളിൽ വഴുതണങ്ങയെന്ന് പറയും. ഏത് തരം വഴുതണങ്ങയായിരുന്നാലും കുഴപ്പമില്ല. നീളത്തിലുള്ളതോ പച്ച കളറിലുള്ളതോ റൗണ്ടായിട്ടുള്ളതോ എങ്ങനെയുള്ള കത്തിരിക്കയോ വഴുതണങ്ങയോ നിങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അത് ഏതായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അതെടുത്ത് നന്നായിട്ട് വെള്ളത്തിലൊന്ന് ഉപ്പിട്ട് കഴുകിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് വയ്ക്കുക. ഇനി ഒരു കടായി അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം അതിനകത്തൊരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ കുറഞ്ഞ തീയിൽ വെച്ച് നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളർ ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കൂടുതൽ തീ കൂടി പോകണ്ട, കരിഞ്ഞു പോകും. തീ കുറച്ച് വെച്ചിട്ട് ലൈറ്റായിട്ടൊരു ബ്രൗണിഷ് കളർ ആകുന്നത് വരെ ഇതുപോലെ വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി അതേ കടായി അടുപ്പിൽ തന്നെ ഇരിക്കട്ടെ. അല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എരിവിന് പാകത്തിന് ഉള്ള മുളക്, നമുക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ നമുക്കറിയാമല്ലോ എത്ര മുളക് വേണമെന്ന്, ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 4 പേർക്കുള്ള ചട്നിക്ക് ഞാനൊരു 2 കത്തിരിക്കയ്ക്ക് ഒരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ലൈറ്റായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ 2 തക്കാളിയും കൂടെ അരിഞ്ഞ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാനൊരു ശകലം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയതാട്ടോ. ഒരു ശകല ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് വേണം നമ്മളതൊന്ന് വഴറ്റിയെടുക്കാൻ. ഇതൊന്ന് അല്പം നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കത്തിരിക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കുറഞ്ഞ തീയിൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിനുശേഷം ഒരു അല്പം പുളി, കൂടുതലൊന്നും വേണ്ട, തക്കാളിക്കും പുളി ഉള്ളതായിരിക്കും എന്തായിരുന്നാലും, അതുകൊണ്ട് കുറച്ച് പുളി ഇട്ട് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ട് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നമ്മുടെ മുമ്പ് മൂപ്പിച്ച് വെച്ചിരുന്ന കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒക്കെ ഇല്ലേ, അതും കൂടെ ചേർത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരിക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചട്നി റെഡിയാണ് കേട്ടോ. വെള്ളം ഒഴിക്കരുത്. ഇതുപോലെ കുഴമ്പ് പോലെയാണ് ഇരിക്കേണ്ടത്. വെള്ളം ഒഴിച്ച് നമ്മൾ വെള്ളം പോലെ ലൂസാക്കണ്ട. ഇതുപോലെ കുഴമ്പ് പോലെയാണ്, ഒട്ടും വെള്ളം ഒഴിക്കേണ്ട. ആ വഴുതനങ്ങയ്ക്കകത്തുള്ള ആ വെള്ളമയം മാത്രം മതി. ഇഡലിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റുകളും ഒക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുതേ. അപ്പം ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള നല്ല വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. ഹാവ് എ ഗുഡ് ഡേ. ബൈ.